താങ്കളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് താങ്കളും റജിൽ ഒരു മിനിറ്റ് ഒറ്റ കാര്യം, താങ്കളും റജിൽ അതൊക്കെ സ്ഥാപിക്കാൻ കോൺഗ്രസ് നേതാവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരാണെന്നാണ്. ക്രൈസ്തവ സമൂഹത്തിനെതിരാണ് എന്നുള്ള അഭിപ്രായം ഏതെങ്കിലും കേരളത്തിലെ പിതാക്കന്മാർക്കോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തുറന്ന ചർച്ച നടത്തിയിട്ടുള്ള വിഷയമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവാഞ്ചലൈസേഷനെതിരാണ്, ക്രൈസ്തവവൽക്കരണത്തിനെതിരാണ്, ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന സമൂഹമാണ്. അവരെ മാനസികമായി തരംതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, അവരെ പിളർത്തി മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കേണ്ടതില്ല. ശ്രീ എനിക്കൊരു ശ്രമവുമില്ല. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ താങ്കളുടെ ലേഖനത്തിലെ വാക്കുകളാണ്. വേണമെങ്കിൽ ആ ലേഖനത്തിലെ വാക്കുകൾ എടുത്ത് പറയുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഭാരതത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മത നേതൃത്വം ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ വളരെ കാലങ്ങളായി നടത്തി വരുന്നു. ലേഖനത്തിന്റെ കോപ്പി എന്റെ മുന്നിലുണ്ട്. അല്ലെ, താങ്കൾ തന്നെ എഴുതിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാരതത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മത നേതൃത്വം ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള ശ്രമം കാലങ്ങളായി നടത്തുന്നു. മുസ്ലിങ്ങൾ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് മതപരിവർത്തനം നടത്തിയതെങ്കിൽ ക്രിസ്ത്യാനികൾ ലോകത്തെവിടെയും മതപരിവർത്തനം നടത്തിയത് കൗശലത്തോടെയാണ്. അത് കേരളത്തിലും നടത്തിയെന്ന് താങ്കൾ പറയുകയാണ്. അപ്പൊ പിന്നെ ചോദ്യം വരില്ലേ? സ്വാഭാവികമല്ലേ? രജിഷേ, 63% ഉണ്ടായിരുന്ന കേരളത്തിലെ ജനസംഖ്യ ഇന്ന് ഹിന്ദുക്കൾ എത്ര ശതമാനത്തിൽ നിൽക്കുന്നു? 52.6. 52.6-ൽ 5% ഈ കണക്കിൽപ്പെടാത്ത ക്രിസ്ത്യനും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഉണ്ട്. അവര് ഹിന്ദുക്കളിൽ നിന്ന് മതം മാറി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചതൊക്കെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും തലയിൽ കയറ്റി വെക്കാൻ പറ്റുമോ? 47 ഉള്ളൂ. അതാ ചോദിച്ചത്. ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഹിന്ദുക്കൾക്ക് ഇതരമായ മറ്റു മതക്കാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ? അത് അവർ തീരുമാനിച്ച കാര്യങ്ങളല്ലേ. വർഷങ്ങളായി രാജ്യമാകെ തന്നെ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ വന്നപ്പോൾ അത് ആ രീതിയിലല്ലേ കാണേണ്ടത്.